എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ സെഷനിൽ തൊട്ട് നമ്മൾ കുറച്ച് 2-3-4 സെഷൻ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിസിക്സിന് വേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള കുറേ ബേസിക് ടോപ്പിക്കുകളാണ്. ഫിസിക്സും മാത്തമാറ്റിക്സുമായിട്ട് നല്ല റിലേഷനുള്ള ഒരു സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഫിസിക്സിന് ശരിക്കും ബേസിക്കായിട്ട് കുറേ മാത്തമാറ്റിക്സിൻ്റെ ബേസ് നമുക്ക് അത്യാവശ്യമാണ്. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, പിന്നെ ട്രിഗണോമെട്രിയുടെ കുറേ റിലേഷൻസ്, ലോഗരിതം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ ഫിസിക്സ് പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ എന്താണ് നമ്മുടെ ബേസിക് ഐഡിയ. ശരിക്കും മാത്തമാറ്റിക്സിനകത്ത് ഒരു കാൽക്കുലസ് എന്ന് പറയുന്നൊരു വലിയൊരു ടോപ്പിക്കുണ്ട്. ആ ടോപ്പിക്കിൻ്റെ അത്യാവശ്യം നമുക്ക് ഫിസിക്സിലേക്ക് റിലേറ്റ് ചെയ്യേണ്ടുന്ന കുറേ ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. പിന്നെ നമുക്ക് ട്രിഗണോമെട്രിയുടെ കുറച്ച് റിലേഷൻസ്, നമുക്ക് ഫിസിക്സിന് അത്യാവശ്യമുള്ള റിലേഷൻസ് മാത്രം. ഈ നമ്മുടെ ബേസിക്സ് ഇത്രയും നമ്മൾ നന്നായിട്ട് അറിയാമെങ്കിൽ, മാത്തമാറ്റിക്സിൻ്റെ ബേസ് നന്നായിട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ശരിക്കും ഫിസിക്സ് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇനി പഠിക്കാൻ പോണ മാത്തമാറ്റിക്സിൻ്റെ ബേസുകളെല്ലാം നിങ്ങൾ നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ നേരെ ആദ്യം നമ്മൾ ഡിഫറൻഷിയേഷൻ എടുക്കുന്നു, അതിനുശേഷം നമ്മൾ ഇൻ്റഗ്രേഷൻ, അത് കഴിഞ്ഞ് ട്രിഗണോമെട്രി. ഇതെല്ലാം കൊച്ചു ഓരോരോ വീഡിയോകളായിട്ടായിരിക്കും നമ്മൾ അവതരിപ്പിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിതിനകത്ത് ആദ്യം നമുക്ക് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്താണ് ഡിഫറൻഷിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റുള്ള ഒരു ഡെഫിനിഷൻ പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് വൺ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ. ഒരു വേരിയബിൾ വേറൊരു വേരിയബിളിനനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലല്ല, നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒരു XY പ്ലെയിനിൽ മൂവ് ചെയ്യുകയാണെന്ന് കരുതുക. ഇങ്ങനെ ഒരാൾ മൂവ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് X ആക്സിസും ഇത് Y ആക്സിസുമാണെന്ന് കരുതുക. ഇയാൾ മൂവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുന്നു, അതുപോലെ വൈയുടെ വാല്യൂ കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 പോയിന്റ് നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കുകയാണെങ്കിൽ when x changes, the correspondingly y is also changes. അപ്പോൾ എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഇതിനെ നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് എടുക്കുന്നു, ഇതിനെ ഡെൽറ്റ എക്സ് എന്ന് എടുക്കുന്നു, ഇതിനെ ഡെൽറ്റ വൈ എന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ when ഡെൽറ്റ എക്സ് ചേഞ്ചസ്, വൈ ഈസ് ആൾസോ ചേഞ്ചസ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ദ ക്വാണ്ടിറ്റി വൈ ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് എക്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേരിയേഷൻ ഓഫ് വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾസ് മനസ്സിലാക്കുക, അതാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട്. നമ്മളൊരാള് എക്സ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇയാളുടെ പൊസിഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ എക്സ്. ഇയാൾ റൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് when time changes, the position of the particle is also changes. അപ്പോൾ നമ്മൾ പറയുന്നത് at a particular instant പാർട്ടിക്കിൾ ഇവിടെയാണെന്ന് എഴുതുക. ആഫ്റ്റർ സം ടൈം dt ടൈം കഴിയുമ്പോൾ ഇയാളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് dx പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. ഹിയർ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ നമുക്ക് പറയാം dx ഡിവൈഡഡ് ബൈ dt എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് നമ്മൾ പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് വൺ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ. ദാറ്റ് ഈസ് വെൻ ടൈം. അപ്പൊ കൂടുതൽ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കും. അതാണ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട്. ഇതിനെയാണ് സാധാരണ നമ്മൾ എന്തെന്ന് പറയുക, വെലോസിറ്റി എന്ന് പറയുക. ഫസ്റ്റ് ഇയർ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ, അതേ 11th കയറുന്നവർ ആദ്യമായിട്ട് ആണെങ്കിൽ ഇത് പിടികിട്ടൂല. 12th നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് പിടികിട്ടും. നോക്കിക്കോളാം വെലോസിറ്റി. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ആക്സലറേഷൻ a ഈസ് ഈക്വൽ ടു dv ഡിവൈഡഡ് ബൈ dt. അതിന്റെ അർത്ഥം എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ദ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം.
ടൈമിനനുസരിച്ച് ഒരു ബോഡിയുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു ബസ് ആക്സിലറേറ്റ് ചെയ്യുന്നു, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. ടൈം മാറുന്നതിനനുസരിച്ച് ആ ബോഡിയുടെ വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മൾ ശരിക്കും. ഇനി നമ്മൾ ഇത്രയും ഒരു ഡെറിവേറ്റീവിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ഞാൻ ഡെറിവേറ്റീവിനെ ഡിഫറൻഷിയേഷൻ ഞാൻ എക്സ്പ്ലെയിൻ. അതായത് ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മളൊരു അപ്രോച്ച് നടത്തുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സ് ഒറ്റയടിക്ക് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യും? കൊച്ചു കൊച്ചു പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോസസ്സിനെ ചെറിയ 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 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഡിഫറൻഷിയേഷൻ എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു വേരിയബിൾ അല്ലേ ഉള്ളൂ, രണ്ടാമത്തെ വേരിയബിൾ ഇല്ലല്ലോ എന്ന് ഒരു പ്രശ്നം വരാം. അത് തൽക്കാലം മാറ്റിവെക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സ്, അതായത് എനിക്ക് സാധാരണ കേസിൽ നമ്മൾ പറയുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവും. ശരിക്കും അത്ര നമ്മൾ ഞെട്ടേണ്ട കാര്യമില്ല. ഡെയിലി ലൈഫിൽ നമ്മൾ ഇഷ്ടംപോലെ ഇന്റഗ്രേഷനും ഇഷ്ടംപോലെ ഡിഫറൻഷിയേഷനും ചെയ്യുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന എന്നോട് അപ്പുറത്തേക്ക് ഒരു ഇച്ചിരി നീങ്ങി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? നമ്മൾ കാല് പൊക്കി ഇങ്ങോട്ട് വയ്ക്കും, ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കും. അപ്പം നമ്മൾ അവിടെ നിന്ന് പൊസിഷൻ ഇങ്ങോട്ടേക്ക് മാറ്റി. എന്നാൽ എൻ്റെ അടുത്ത് ഒരാൾ പറയാണ് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തേക്കൊന്ന് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ ഈ ഒരു കാല് പൊക്കി കൊല്ലത്തേക്ക് വെച്ചിട്ട് മറ്റേ കാല് പൊക്കി അങ്ങോട്ട് മാറ്റാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാല് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? വലിയൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം നിൽക്കുന്ന ആൾക്ക് കൊല്ലത്തോട്ട് മാറി നിൽക്കാൻ പറയുമ്പോൾ ട്രിവാൻഡ്രം നിന്ന് കാല് പൊക്കി കൊല്ലത്തേക്ക് വയ്ക്കുക, മാറി നിൽക്കുക. പക്ഷെ നമുക്കത് നമ്മളെ കൊണ്ട് സ്വാഭാവികമായിട്ട് സാധിക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ നിന്ന് കൊല്ലത്തേക്ക് പോകണമെങ്കിൽ ബസ്സിന് കയറി പോകുന്ന കാര്യമല്ല പറയുന്നത്, നമ്മൾ ബസ്സൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇത് പതുക്കെ പതുക്കെ നടന്ന് നമ്മൾ കൊല്ലത്തെത്തും. എന്തുകൊണ്ടാണ് നമ്മൾ നടക്കാൻ തുടങ്ങിയത്? കൊല്ലത്തേക്ക് ഒറ്റയടിക്ക് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട്, ഒരു കാല് പൊക്കി കൊല്ലത്തേക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പതുക്കെ നടന്നു പോവുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിഫറൻഷിയേഷനാണ്. നടന്ന് പോകുന്നു എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷിയേഷനാണ്. കാരണം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ പോകണം, എനിക്ക് ഇവിടെ നിന്ന് കാല് പൊക്കി കൊല്ലത്തേക്ക് വെക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇതിനെ പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പുകൾ വെച്ച് നടന്നു. ആക്ച്വലി നമ്മൾ നടക്കുക എന്ന് പറയുന്നൊരു ഡിഫറൻഷിയേഷനാണ്. ഇതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ആലോചിച്ച് നോക്കി എന്തെല്ലാം ഡിഫറൻഷിയേഷനാണ്. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നൊരു ഡിഫറൻഷിയേഷനാണ്. എനിക്ക് ഒരു പാത്രം ചോറ് കഴിക്കണം, ഒറ്റയടിക്കെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു കുറ്റി പുട്ട് കഴിക്കണം, പുട്ടെടുത്ത് നമുക്ക് വായിക്കാത്ത വെച്ച് തെള്ളി ഇറക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പതുക്കെ ചെറിയ ഉരുളകളാക്കി നമ്മൾ കഴിക്കുന്നു. അത് ആക്ച്വലി ഒരു ഡിഫറൻഷിയേഷനാണ്. ഈ ചെറിയ പാർട്ടുകളാക്കി മാറ്റി വയ്ക്കുക എന്ന് പറയുന്നൊരു ഡിഫറൻഷിയേഷനാണ്. കടകളിൽ ചെല്ലുമ്പോൾ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, ആക്ച്വലി ഒരു ഡിഫറൻഷിയേഷനാണ്. എനിക്കെൻ്റെ വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് 25 കിലോ അരി വേണം. 25 കിലോ അരി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പാക്കറ്റുകളാക്കി വെച്ചിരിക്കും. ആ പാക്കറ്റുകളാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഡിഫറൻഷിയേഷൻ. നമ്മൾ 25 കിലോ അരി മേടിച്ച് ഒന്നിച്ചൊരു പാത്രത്തിട്ട് വെക്കുകയാണെങ്കിൽ അതിന് പറയുന്നവരാണ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോസസ്സാണ്. കൊച്ചു പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നു എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷനും, അതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ പറയുന്നതാണ് ഇന്റഗ്രേഷനും. അപ്പോൾ നമ്മൾ ഡെയിലി ജീവിതത്തിൽ നമ്മൾ ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ നടത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഫിസിക്സ് പഠിക്കുന്നവരും പഠിക്കാത്തവരും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്, ഡിഫറൻഷിയേഷൻ ചെയ്യുന്നുണ്ട്. കടകളിൽ നിൽക്കുന്ന ആൾക്കാർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡെയിലി ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് മാത്രമാണ് നമ്മളിവിടെ പഠിക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ എന്താണ്? ഒരു വലിയ ക്വാണ്ടിറ്റി നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെ കൊച്ചു പാർട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നവരാണ് ഡിഫറൻഷിയേഷൻ. അതിൻ്റെ കൂട്ടത്തിൽ വേറെ രണ്ടാമതൊരു വേരിയബിൾ കൂടി വരണമെന്ന് മാത്രം, അത് നമുക്ക് എന്താണെന്ന് പറയാം. ഇതിനെല്ലാം കൂടെ നമ്മൾ സം ചെയ്ത് പറയുന്നവരാണ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഡിഫറൻഷിയേഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഏതുപോലെ അഡിഷന്റെ ഓപ്പോസിറ്റ് ആണ് സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിവിഷൻ എന്ന് പറയുന്നത് പോലെ ഇന്റഗ്രേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫറൻഷിയേഷൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ഒരു ക്വാണ്ടിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക.
ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം ആ ക്വാണ്ടിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ പഴയ സാധനം കിട്ടണം. അങ്ങനെയാണല്ലോ നമ്മൾ ഒരു ക്വാണ്ടിറ്റിയോട് നമ്മൾ 10 ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനകത്ത് 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? പഴയ സാധനം കിട്ടണം. അതുപോലെ നമ്മളൊരു ക്വാണ്ടിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഒറിജിനൽ ക്വാണ്ടിറ്റി കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻഷിയേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുക. അപ്പൊ ഇത്രയും നമ്മളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. അപ്പൊ ഡിഫറൻഷിയേഷൻ എന്ന് വെച്ചാൽ ഒന്നുമല്ല, ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനത്തിനെ ചെറിയ 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 പാർട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡിഫറൻഷിയേഷൻ. എന്നിട്ട് ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ സം അവസാനം ഒന്നിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അതുകൊണ്ടാണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറയുക? സമ്മേഷൻ. ഇന്റഗ്രേഷൻ മീൻസ് സമ്മേഷൻ. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളത് ചെയ്യും. അപ്പൊ ഇതിനാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ ആണ് നമ്മൾ പഠിക്കുക. ഈ ഡിഫറൻഷിയേഷൻ പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ഡിഫറൻഷിയേഷൻ പറയാം. ഒന്ന്, ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ. ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ, അതാണല്ലോ നമ്മുടെ ഡിഫറൻഷിയേഷന്റെ ഡെഫിനിഷൻ. എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ വൺ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ. അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ തന്നെ വരണമെന്നില്ല. ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിളും വരാം, ഡിഫറൻറ്റ് നമ്മൾ രണ്ടും നമ്മൾ പഠിക്കുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ഒന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ. അത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾസിലൂടെ ഇതെല്ലാം പറയുന്നു. അതായത് കൺസിഡർ എ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്നെടുക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. എക്സ് എന്ന് പറയുന്നത് റൈറ്റിലേക്കുള്ള പോയി. അപ്പോൾ ഒരാൾ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് പോകും തോറും അയാളുടെ ഫോഴ്സ്, അയാൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് എഫ് ഈസ് കെ എക്സ് എന്ന് വെച്ചതിന്റെ അർത്ഥം. എന്നിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് പറയുന്നു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ചേഞ്ച് ഓഫ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പറയുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോഴ്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ് സ്ക്വയർ എന്ന് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ എന്ത് പറ്റി? മുകളിലത്തെ വേരിയബിൾ എക്സ് ആണ്, താഴത്തെ വേരിയബിളും എക്സ് ആണ്. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ. സെയിം വേരിയബിൾ തന്നെയാണ് താഴെ വരിക. എന്നാൽ നമ്മൾ നേരത്തെ എഴുതിയൊരു സാധനമുണ്ട്, വെലോസിറ്റി v ഇസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. രണ്ടാമത്തേതാണ് വെലോസിറ്റി v ഇസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. ഇവിടെ എന്താണ് അതിന്റെ അർത്ഥം? ചേഞ്ച് ഇൻ പൊസിഷണൽ വേരിയബിൾ എക്സ് ആണ്, താഴത്തെ വേരിയബിൾ ടൈം ആണ്. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ. രണ്ടാമത്തെ വേരിയബിൾ വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള ഇത് പഠിക്കും. അപ്പൊ ആദ്യമേ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ. അതിന് കുറച്ച് റിസൾട്ടുകൾ ഞാൻ പറയുന്നു. ആ റിസൾട്ടുകൾ വെച്ചുകൊണ്ട് നമ്മൾ നേരെ നമുക്ക് ഒരു 5 റിസൾട്ട് നമ്മൾ പഠിച്ചാൽ മതി. വേറെ 5 റിസൾട്ട് പഠിക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ. അപ്പൊ മുകളിലത്തെ വേരിയബിൾ ആരാണ്? എക്സ്. താഴത്തെ വേരിയബിൾ ആരാണ്? എക്സ്. ഹിയർ എൻ മേ ടേക്ക് എനി വാല്യൂ. എന്നിന് ഏത് വാല്യൂ വേണോ വരാം. ദാറ്റ് ഈസ് 1, 2, 3, 4, -1, -2 എന്ത് വാല്യൂ വേണോ നമുക്ക് എന്നിന് വരാം. ഇതിന്റെ ആൻസർ എന്തായിരിക്കണം? ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ. അതിന്റെ റിസൾട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. എൻ എക്സ് റൈസ് ടു എൻ -1. ദിസ് ഈസ് ദ ആൻസർ. എൻ എക്സ് റൈസ് ടു എൻ -1. ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറയാം. അതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുക. ഡി ബൈ ഡി വൈ ഓഫ് വൈ റൈസ് ടു 8 അല്ലെങ്കിൽ വൈ റൈസ് ടു 6. ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ. എന്നിന്റെ സ്ഥാനത്ത് 6 ആണ്. 6 y റൈസ് ടു 6 -1. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 y റൈസ് ടു 5. ദിസ് ഈസ് ദ ആൻസർ. സിമ്പിളാണ്. ഇനി രണ്ടാമത്തത് വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയുന്നു. ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു -4. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് എത്രയാണ് കിടക്കുക? -4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു -4 ടി റൈസ് ടു -4 -1. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ടി റൈസ് -4 ടി റൈസ് ടു -5. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു -4 ഡിവൈഡഡ് ബൈ ടി റൈസ് ടു 5 എന്ന് വേണമെങ്കിൽ എഴുതാം. ടി റൈസ് ടു -5 ഡിനോമിനേറ്ററിൽ കൊണ്ടുവരാം. നമുക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതല്ല, നമുക്കിത് ഈ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ സാധാരണ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് മാത്രമാണ്. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പഠിച്ചു. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ -1. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻറ്റ്.
രണ്ടാമത്തെ റിസൾട്ട് ഞാൻ പറയുന്നത് സെക്കൻഡ് റിസൾട്ട് ഞാൻ പറയുന്നത് d by dx of a where a is a constant. ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ആൻസർ 0 ആയിരിക്കും. ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 0 ആയിരിക്കും. എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. എക്സാമ്പിൾ ഈസ് ഈക്വൽ ടു d by dx of 10. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് 10 എന്ന് പറയുന്ന സാധനം ഒരു കോൺസ്റ്റന്റ് ആണ്. 10 എന്ന് പറയുന്ന നമ്പർ ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. 10ന്റെ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ 11 ആവൂലല്ലോ, ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം d by dx of 10 is equal to 0. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫോഴ്സ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയാം. എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി മീൻസ് വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അവിടെ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ d by dx of വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായി പോവും? 0. ബിക്കോസ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യനകത്ത് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് അത് ഓർത്തിരിക്കാം. അപ്പോൾ ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 0 ആയിരിക്കും. ഓർക്കുക, വേറെ ഈസ് എ കോൺസ്റ്റന്റ്. ഇപ്പൊ 2 റിസൾട്ടായി. ഇനി തേർഡ് റിസൾട്ട് നമ്മൾ പറയുന്നത് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു വരികയാണെങ്കിലോ d by dx of a x raised to n എന്ന് വന്നാൽ എന്ത് ചെയ്യും? ഒന്നും പേടിക്കാനില്ല. ആ കോൺസ്റ്റന്റിനെ പുറത്തെടുത്ത് എഴുതുക, ഡിഫറൻഷിയേഷന് പുറത്തെടുത്ത് എഴുതുക. ദാറ്റ് ഈസ് a into d by dx of x raised to n. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു a into ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക് ആൻസർ? n x raised to n minus 1. ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് മാത്രം വരികയാണെങ്കിൽ 0, x raised to n വരികയാണെങ്കിൽ n x raised to n minus 1, കോൺസ്റ്റന്റും വേരിയബിളും കൂടി ഒന്നിച്ചു വരികയാണെങ്കിൽ ആ കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേഷന്റെ പുറത്തേക്ക് എടുത്ത് എഴുതുക, ബാക്കി അങ്ങ് ചെയ്യുക. എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ എന്താണെന്ന് നോക്കൂ. d by dy of 3t square അല്ലെങ്കിൽ 3t raised to 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെഴുതുക. ദാറ്റ് ഈസ് d by dt. മുകളിൽ t ആയ താഴെ t വേണം. t of t raised to 4. That is, it is equal to 3 into 4t raised to 4 minus 1. That is equal to 12t cube. This is the answer. നമ്മളിപ്പോൾ എഴുതുന്നതെല്ലാം വളരെ വിശാലമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വരുമ്പോൾ സ്റ്റെപ്പുകളുടെ എണ്ണം കുറയ്ക്കും. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ അങ്ങ് കുറയ്ക്കും. ഇപ്പൊ നമ്മൾ ഇത് എഴുതുന്നില്ല, ഇത് എഴുതരുത്. കുറെ കഴിയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്തെഴുതാൻ പറ്റണം? -4t raised to -5 എന്ന് ഒറ്റയടിക്ക് എഴുതാനുള്ള എബിലിറ്റിയിലേക്ക് വരണം. അല്ല, നമ്മൾ എപ്പോഴും വിശദമായിട്ട് എഴുതിക്കൊണ്ടിരിക്കരുത്. ഇനി ഞാൻ അങ്ങോട്ട് വരുമ്പോൾ സ്റ്റെപ്പുകളുടെ എണ്ണം പതുക്കെ കുറയ്ക്കണം. കുറച്ച് നിങ്ങൾ അതിനകത്ത് പ്രാക്ടീസ് ആകണം ചെയ്ത്. ഇതൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത്, ഫോർത്ത് ഇതെന്ന് പറയുന്നത് 2 ടേം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? d by dx of x raised to m plus x raised to n എന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ല, സാധാരണ പോലെ തന്നെ 2 ആക്കി എഴുതുക. ദിസ് ഈസ് ഈക്വൽ ടു d by dx of x raised to m plus d by dx of x raised to n. എന്നിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും? m x raised to m minus 1 plus n x raised to n minus 1. യൂസ് ചെയ്ത പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. 2 ആയിട്ട് എഴുതി എന്ന് മാത്രം. ഇവിടെ മൈനസ് ആയിരുന്നുവെങ്കിൽ ഇവിടെയും എന്ത് വന്നേനെ? മൈനസ്. അല്ല, വേറെ ഒരു വ്യത്യാസമില്ല. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. എക്സാമ്പിൾ d by dy of y cube plus y raised to minus 2. ഇതിനെ നമ്മൾ ആദ്യമേ എന്ത് എഴുതണം? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു d by dy of y cube plus d by dy of y raised to minus 2. ഇതിന്റെ ആൻസർ, ആദ്യത്തെ ആൻസർ എന്തായിരിക്കണം? 3y സ്ക്വയർ. കണ്ട, ഞാൻ ഒരു സ്റ്റെപ്പ് അങ്ങ് കുറച്ചു. നമ്മൾ സാധാരണ എഴുതിക്കൊണ്ടിരുന്നത് 3y raised to 3 minus 1. ആ 3 minus 1 അങ്ങ് മാറ്റാം. അതുപോലെ തന്നെ പ്ലസ് അടുത്ത എന്തായിരിക്കണം? -2y raised to -3. -2 - 1 is equal to -3. That is, answer is equal to ഈ മൈനസ് ഇതും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് 3y സ്ക്വയർ -2y raised to -3 എന്ന് എഴുതാം.
ക്ലിയർ ആവുന്നുണ്ടല്ലോ? പഠിക്കണം, നന്നായിട്ട് പഠിച്ചോളെ. അടുത്തത് ലാസ്റ്റ്, ഇത് എഴുതേണ്ട കാര്യമില്ല, എന്നാലും നമ്മളൊന്ന് എഴുതുന്നു. നമുക്ക് വേണം, അത്യാവശ്യം വേണം അഞ്ചാമത്തെ റിസൾട്ട്. d/dx ഓഫ് എക്സ്. ഇത് കാണുമ്പോഴേ മനസ്സിലായിക്കോണം. dx/dx 1, dr/dr 1, 5/5 1, 10/10 1, f/f എന്ന് എഴുതുന്നത് പോലെ തന്നെ dx ഡിവൈഡഡ് ബൈ dx വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. എങ്ങനെ കിട്ടിയെന്ന് കൂടെ ഞാൻ പറഞ്ഞു തരാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു x റൈസ് ടു 1 എന്നാണല്ലോ ഇതിന്റെ അർത്ഥം. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 1 x റൈസ് ടു 1 മൈനസ് 1, ദാറ്റ് ഈസ് 1 x റൈസ് ടു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. x റൈസ് ടു 0 1 ആണ്. അപ്പോൾ dx/dx കണ്ടു കഴിഞ്ഞാൽ ആൻസർ ഈസ് ഈക്വൽ ടു 1. ഇത്രയും റിസൾട്ടുകൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതിനകത്ത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു, ഈ ഒരു റിസൾട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 5 റിസൾട്ട്? ഏതൊക്കെയാണ് നിങ്ങൾ നോക്കിക്കൊള്ളുക. d/dx ഓഫ് x റൈസ് ടു n ഈസ് ഈക്വൽ ടു nx റൈസ് ടു n മൈനസ് 1. d/dx ഓഫ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആൻസർ ഈസ് ഈക്വൽ ടു 0. കോൺസ്റ്റന്റും എക്സ് റൈസ് ടു എന്നും കൂടെ ഒന്നിച്ച് വരികയാണെങ്കിൽ കോൺസ്റ്റന്റിനെ പുറത്തെടുത്ത് എഴുതുക, എന്നിട്ട് ആ എക്സ് റൈസ് ടു എന്നെ സാധാരണ പോലെ ചെയ്യുക. 2 ടേം വരികയാണെങ്കിൽ രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. d/dx ഓഫ് x റൈസ് ടു m പ്ലസ് x റൈസ് ടു n ഈസ് ഈക്വൽ ടു d/dx ഓഫ് x റൈസ് ടു m പ്ലസ് d/dx ഓഫ് x റൈസ് ടു n രണ്ടായിട്ട് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു mx റൈസ് ടു m മൈനസ് 1 പ്ലസ് nx റൈസ് ടു n മൈനസ് 1. dx/dx ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇത്രയും റിസൾട്ടുകൾ നിങ്ങൾ പഠിക്കുക. ഇത്രയും റിസൾട്ട് നമുക്കറിയാമെങ്കിൽ ഡിഫറൻഷിയേഷന്റെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം ചെയ്യാമെന്നല്ല ഇതിന്റെ അർത്ഥം. ഒരുവിധപ്പെട്ട നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരു വലിയൊരു പാടായിട്ട് തോന്നുന്നില്ലല്ലോ? തോന്നരുത്. എപ്പോഴും നമ്മൾ ഒരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ പറയും. നിങ്ങളുടെയൊക്കെ സ്വാഭാവികമായിട്ടും പഠിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഫിസിക്സ് ഞങ്ങൾക്ക് പാടാണ്. ഒരു മോർ ദാൻ 90% സ്റ്റുഡൻസും പറയുന്നൊരു കാര്യമാണ് ഫിസിക്സ് ഞങ്ങൾക്ക് പാടാണ്. ഫിസിക്സ് പാടാകുന്നതിൻ്റെ കാരണം നമ്മൾ ബേസിക് അപ്രോച്ച് പഠിക്കാതെ നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ദോഷം. ഇപ്പം ഞാനൊരു വീഡിയോ പറഞ്ഞു, ഇപ്പോൾ ഇത് തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തു പോകും. ഓ, അയാൾ വാചകവടി തുടങ്ങി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാം. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ കാര്യങ്ങൾ ശരിക്കും ഡയറക്റ്റായിട്ട് നന്നായിട്ട് അപ്രോച്ച് ചെയ്യാതാണ് നമ്മളെല്ലാം. നമുക്ക് ഫിസിക്സ് പഠിക്കുക, പക്ഷെ ബേസ് വേണ്ട. ബേസ് പഠിക്കാതെ നമുക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ പറയുന്നു, സമയം എക്സ്റ്റെൻഡ് ചെയ്യുന്നതല്ല. ഒരു ബിൽഡിങ് നമ്മൾ കെട്ടുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം അതിൻ്റെ ബേസ്മെൻ്റ് ആണ്. നല്ല ബേസ്മെൻറ്റ് കെട്ടിയിട്ടാൽ അതിന് മുകളിലേക്ക് എത്ര വേണോ നമുക്ക് നിലകൾ കെട്ടി ഉയർത്താം. ബേസ്മെൻറ്റ് പൊളിയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് എത്ര നില വെച്ചാലും ഇടിഞ്ഞ് താഴെ വീഴും. ഇതാണ് നമ്മൾ നോർമലി ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന സാധനം. ഇതാണ് ബേസ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ ബേസിക് ഞാൻ പറഞ്ഞു കുറേ വീഡിയോകളുണ്ട്. നമ്മൾ ശരിക്കും ഫിസിക്സ് പഠിക്കുമ്പോൾ ഇൻ്റഗ്രേഷൻ നന്നായിട്ട് അറിയണം, ഡിഫറൻഷിയേഷൻ നന്നായിട്ട് അറിയണം, അതിൻ്റെ ട്രിഗണോമെട്രിയുടെ കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, ലോഗരിതം എന്താണെന്ന് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ വേണം. ഇത്രയും മാത്തമാറ്റിക്സിൽ നിന്നുള്ള അപ്രോച്ച് വേണം. പിന്നെ ഫിസിക്സിനകത്ത് തന്നെയുള്ള കുറേ ബേസ്മെൻ്റ് ഉണ്ട്. അതാണ് നിങ്ങൾ സാധാരണ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു ബേസ്മെൻ്റ് ആണ്. ഫിസിക്കൽ വേൾഡ്, യൂണിറ്റ്സ് ആൻഡ് മെഷർ, ഇത് രണ്ടും ബേസാണ്. ഈ 2 ചാപ്റ്ററും സാധാരണ ഒരുവിധപ്പെട്ടവർക്ക് തള്ളിക്കളയും. ഓ, ഞങ്ങൾക്ക് യൂണിറ്റ്സ് ഒക്കെ അറിയാം എന്നും പറഞ്ഞ് നമ്മൾ പോകരുത്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ, ട്രിഗണോമെട്രി, ലോഗരിതം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രാഫ് കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കാം. 5ാമത്തെ വീഡിയോ ഗ്രാഫായിരിക്കും, ഗ്രാഫ്സ്. അതിനുശേഷം നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലേക്ക് കിടക്കും. അതിനകത്ത് നമുക്ക് കുറേയധികം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെല്ലാം കാര്യങ്ങൾ. പിന്നെ പ്രഫിക്സുകൾ എന്താണ്, പിന്നെ എറർ അനാലിസിസ് എന്താണ്, ഡയമെൻഷൻ അനാലിസിസ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ അവിടെയും നമ്മൾ ബേസിക്കായിട്ട് അറിയണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു വെച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് തുടങ്ങാൻ, ഫിസിക്സ് പഠിച്ചു തുടങ്ങാൻ. നമ്മൾ സാധാരണ 1 ഡയമെൻഷൻ തൊട്ട് പഠിച്ചു തുടങ്ങും. അതാണ് നമ്മുടെ. ചിലപ്പോൾ നിങ്ങളുടെ കുഴപ്പമായിരിക്കത്തില്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ചിലപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് അവിടെ വെച്ചിട്ട് 1 ഡയമെൻഷൻ തൊട്ട് അങ്ങ് തുടങ്ങിപ്പോകും. കാരണം 1 ഡയമെൻഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ എളുപ്പമാണെന്ന് അവിടെ തൊട്ട് തുടങ്ങും. അതുപോലെ ഞാൻ അതിനകത്ത് പറയാൻ വിട്ടുപോയ, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വിട്ടുപോയൊരു ടോപ്പിക് ഉണ്ട്, വെക്ടർ. ആ വെക്ടറും മാത്തമാറ്റിക്കൽ അപ്രോച്ചും ഫിസിക്കൽ അപ്രോച്ചും ഉണ്ട്. നമുക്ക് ഫിസിക്കൽ അപ്രോച്ചാണ് വേണ്ടുന്നത്, മാത്തമാറ്റിക്കൽ അപ്രോച്ച് അല്ല, ഫിസിക്കൽ അപ്രോച്ച് വേണം. ആ ഫിസിക്കൽ അപ്രോച്ച് നമുക്ക് നന്നായിട്ട് പഠിക്കണം. ഇത്രയും സാധനങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കണം. ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന വീഡിയോകൾ
ഇതാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ, പിന്നെ ട്രിഗണോമെട്രി, ലോഗരിതം, പിന്നെ ഗ്രാഫ്. അതാണ് ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ പറയുന്ന കുറേ കാര്യങ്ങൾ. ഫണ്ടമെന്റൽ യൂണിറ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ സിഗ്നിഫിക്കൻറ്റ്, ഇതെല്ലാം എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ വെക്ടറും കൂടി എടുക്കും. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ അത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക്, ഇതെല്ലാം കൊച്ചു കൊച്ചു വീഡിയോകളാണ്, ഇത്രയും നിങ്ങൾ നന്നായിട്ട് കണ്ട് ഇത്രയും നിങ്ങൾ ബേസ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എന്ത് വേണോ പഠിച്ച് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് ബേസ്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത്രയും ബേസിക്സ് ആണ്. ഈ ബേസിക്സ് ഇത് ഡിഫറൻഷിയേഷന്റെ ബേസിക്സ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഡിഫറൻഷിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഏറ്റവും മിനിമം ഇത്രയെങ്കിലും ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ, അതിന്റെ ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ ഇത്രയുമെങ്കിലും പറയാൻ പറ്റുക, നമുക്ക് ഒറ്റയടിക്ക് ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതിനെ ചെറിയ 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 പാർട്ടുകളായിട്ട് നമ്മൾ ചെയ്തു തീർക്കുന്നു. അതിന് പറയുന്ന പേരാണ് ഡിഫറൻഷിയേഷൻ. നിങ്ങൾക്ക് എത്ര വേണോ എക്സാമ്പിൾസ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. നടക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, കടകളിൽ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നത്, ഫിസിക്സിന് ഒരു വർഷത്തേക്ക് 100 അവേഴ്സ്, ഒറ്റയടിക്ക് 100 അവേഴ്സ് വെച്ച് പഠിപ്പിച്ചു തീർക്കാൻ പറ്റൂ? നമുക്ക് സാധിക്കത്തില്ല. ഒരാളെ വിളിച്ചെടുത്ത് നമുക്ക് 100 അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫിസിക്സ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ പീരീഡുകളായിട്ട് മാറ്റും. ആക്ച്വലി ദാറ്റ് ഈസ് ഡിഫറൻഷിയേഷൻ. പക്ഷെ നിങ്ങൾ പറയുന്നില്ലേ ഫിസിക്സ് പഠിക്കാൻ 100 അവേഴ്സ് വേണം, ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ. ഈ പഠിപ്പിച്ച എല്ലാ ക്ലാസ്സും കൂടെ ചേർത്ത് അവസാനം പറയുന്നതാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഒരു ബേസിക് അപ്രോച്ച്, നിങ്ങളുടെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ കൊച്ചു കൊച്ചു പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറയുന്ന ഒരു മനസ്സിൽ ഉടനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷയമല്ല. അപ്പോൾ ഡിഫറൻഷിയേഷൻ്റെ ഒരു മീനിങ്ങും കൂടെ വേണം, അത് എന്താണെന്ന് അറിയണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ റിസൾട്ടും കൂടെ പഠിക്കുക. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഈ പറഞ്ഞ ഇത്രയും സാധനത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഞാൻ 15 എക്സാമ്പിൾസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. സമയം കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന ഇതാണ് d/dr ഓഫ് r⁸8. നിങ്ങളുടെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യൂ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 8r⁷7. ഞാനൊരു സ്റ്റെപ്പ് കുറച്ചങ്ങ് എഴുതുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആൻസർ പറയാം. അതുപോലെ ഇവിടെ എന്തായിരിക്കാം? ദാറ്റ് ഈസ് ഹിയർ ആൻസർ ഈസ് ഈക്വൽ ടു -4x⁻⁵5. അറിയാമല്ലോ, -4x⁻⁻1 that is equal to -4x⁻⁻5. അടുത്തത് ഒരു കാര്യം ചെയ്തോളൂ, ഒരു 10 സെക്കൻഡ് സമയം തരും, നിങ്ങൾ ഇതൊന്ന് എഴുതുക. ആ എഴുതുന്ന ശേഷം ഞാൻ ഇതിന്റെ ആൻസറുകൾ അങ്ങോട്ട് പറഞ്ഞു വരാം. അപ്പൊ നിങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു ഉറപ്പ് കൂടി എനിക്കുണ്ടാവും. ഓക്കെ, പെട്ടെന്നാട്ടെ. ശരി, ഇതിന്റെ ആൻസർ 25 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തെടുത്ത് എഴുതി. 25 into d/dx of x⁵. ആൻസർ ഈസ് ഈക്വൽ ടു 25 into 3x² ഈക്വൽ ടു 75x². അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. d/dy of y⁵5/2. Here n is equal to 5/2 ആണ്. 5/2 y⁵5/2 - 1 ഈക്വൽ ടു 5/2 y⁵3/2. അറിയാമല്ലോ, 5/2 - 1 3/2 ആണ്. ദാറ്റ് ഈസ് ആൻസർ. 4 അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് വരാം. 5th one. d/dx of x⁻⁻3/2. Here n is equal to -3/2. That is -3/2 x⁻⁻3/2 - 1. Answer is equal to -3/2 x⁻⁻5/2. LCM എടുക്കാൻ അറിയാമല്ലോ, അറിയണം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6th. d/dx of 1/x². നമുക്ക് x⁻n അറിയാമല്ലോ, 1/x⁻n നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സാധാരണ ഫോമിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് d/dx of x⁻². 1/x² നേരെ തിരിച്ച് മേളിൽ കൊണ്ടുപോകുമ്പോൾ x⁻². Here n is equal to -2. Therefore answer is equal to -2 x⁻2 -2 - 1. Answer -2 x⁻3. x⁻3 ഒക്കെ ഡിനോമിനേറ്റർ കൊണ്ടുപോകുക. അതൊന്നും നമ്മുടെ ഇവിടെ സംബന്ധിച്ച് നമുക്ക് അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഫോം പഠിക്കുക എന്നുള്ളതാണ്. അടുത്തത് d/dx of √x. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലോ സാറേ? √x എഴുതാം നമുക്ക്. ദാറ്റ് ഈസ് d/dx of √x means x⁻².
ഇനി എളുപ്പമാണ്. റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു ഹാഫ്. ആൻസർ ഈസ് ഈക്വൽ ടു ഹാഫ് എക്സ് റൈസ് ടു ഹാഫ് മൈനസ് 1 ഈക്വൽ ടു ഹാഫ് എക്സ് റൈസ് ടു മൈനസ് ഹാഫ്. അപ്പോൾ ഇതും നിങ്ങൾ സുന്ദരമായിട്ട് എഴുതും. കാരണം നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് റൈസ് ടു ഹാഫ്. എക്സ് റൈസ് ടു ഹാഫിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് ഹാഫ്. ആൻസർ ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് എക്സ് റൈസ് ടു മൈനസ് ഹാഫ് മൈനസ് 1. ആൻസർ മൈനസ് ഹാഫ് എക്സ് റൈസ് ടു മൈനസ് 3/2. This is the answer. മനസ്സിലാവുന്നുണ്ടല്ലോ? നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത നമ്മൾ 8 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമുക്കിനി അടുത്തത് 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡി ബൈ ഡി വൈ ഓഫ് വൈ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. ഡി ബൈ ഡി വൈ ഓഫ് വൈ പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. ഇതിന് എന്ത് ചെയ്യും? ഒന്നുമില്ല, സാധാരണ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നിട്ട് എഴുതുക. ദാറ്റ് ഈസ് ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ പ്ലസ് 9 പ്ലസ് 6y. ഇതിനെ മൂന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി വൈ ഓഫ് 9 പ്ലസ് ഡി ബൈ ഡി വൈ ഓഫ് 6x. വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y റൈസ് ടു 2 മൈനസ് 1 ദാറ്റ് ഈസ് 2y പ്ലസ് 9 ഈസ് എ കോൺസ്റ്റന്റ്, therefore ആൻസർ ഈസ് ഈക്വൽ ടു 0. 9 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആൻസർ 0. പ്ലസ് 6xനെ 6നെ പുറത്തെടുത്തു. സോറി, എക്സ് അല്ല, ഇവിടെ y ആണ്. y 6y 6നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് വരും? dy ഡിവൈഡഡ് ബൈ dy. വാട്ട് ഈസ് dy ബൈ dy? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. therefore ആൻസർ ഈസ് ഈക്വൽ ടു, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2y പ്ലസ് 6. അതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത് t മൈനസ് 5 ദ ഹോൾ സ്ക്വയർ നിങ്ങൾക്ക് ചെയ്യാം. കാരണം -y ആയതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല. അതിന്റെ ആൻസർ മാത്രം ഞാൻ അവിടെ എഴുതിയിടാം. നിങ്ങൾ ചെയ്തു നോക്കുക, അതിന്റെ ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. ദാറ്റ് ഈസ് 2t മൈനസ് 10. 2t മൈനസ് 10 ആയിരിക്കും. അത് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, അത് ഞാൻ ചെയ്യുന്നില്ല. അതിന്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്ത് ബാക്കി ആൻസറുകൾ കണ്ടെത്തുക. പ്ലസ് മൈനസ് ഇങ്ങനെ വരും. അതിന്റെ ആൻസർ കണ്ടെത്തുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുക. ഇത് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. ഡി ബൈ ഡി എക്സ് ഓഫ് 5. അത് എഴുതേണ്ട കാര്യമില്ല, 0, ബിക്കോസ് 5 ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് വന്നാൽ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മൾ നോർമൽ മാത്തമാറ്റിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ ചെയ്തു പോവാം. എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്തായിരിക്കണം? എക്സ് ക്യൂബ്. therefore ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. ഡി ബൈ ഡി ആർ ഓഫ് ആർ ക്യൂബ് ബൈ ആർ റൈസ് ടു മൈനസ് 2. ഇപ്പോൾ ചെയ്തതിന് ആർ റൈസ് ടു മൈനസ് 2 മുകളിൽ കൊണ്ടുപോകുമ്പോൾ ആർ റൈസ് ടു 5 ആവും. ദാറ്റ് ഈസ് ഡി ബൈ ഡി ആർ ഓഫ് ആർ റൈസ് ടു 5. Here n is equal to 5, therefore answer is equal to 5r raised to 4. This is the answer. അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് വരാം. ഇവിടെ d by dt of 1 by 10 t square, here 1 by 10 is a constant which is taken outside, into d by dt of t square, that is it is equal to 1 by 10 into 2t raised to 2 minus 1, അത് എഴുതുന്നില്ല, 2t. That is answer is equal to t divided by 5. This is the answer. 2 by 10, 1 by 5. Last question. 15th question. അത് ഏത് ഫോമിൽ കിടക്കുന്നു? x plus 4 into x, that is a plus b into a minus b. That is a square minus b square. എഴുതുക. This is equal to d by dx of x square minus 4 square. That is equal to 16. X square minus 16. A plus b into a minus b is equal to a square minus b square. Answer is equal to d by dx of x raised to 5 minus d by dx of 16. d by dx of x raised to 5 is equal to 5x raised to 4 minus 0. Therefore, answer is equal to
5x⁴. അപ്പോൾ ഡിഫറൻഷിയേഷൻ സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. നിങ്ങളിത് എന്ത് ചെയ്യുക എന്ന് മാത്രം, കുറച്ച് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഴുതാം, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ അപ്പോൾ ഇത്രയും അല്ല ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. അതിനകത്ത് നമുക്ക് ഫിസിക്സിനകത്തേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ സാധനം എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ ആണ്. ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ. സെയിം വേരിയബിൾ അല്ലെങ്കിലോ ഡെറിവേറ്റീവ് ഓഫ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഓക്കെ, നമുക്ക് അടുത്തതിനകത്തേക്ക് കിടക്കാം. നെക്സ്റ്റ്, ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ. രണ്ടെണ്ണം നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി v is equal to dx divided by dt. Derivative of x with respect to time. രണ്ടാമതൊരെണ്ണം പറഞ്ഞിരുന്നു ആക്സലറേഷൻ a is equal to dv divided by dt. ഇത് രണ്ടും ഒന്നും മനസ്സിൽ ഓർത്തിട്ടേക്കുക. നമുക്ക് ഇടയ്ക്ക് നമുക്ക് പോയി. അപ്പൊ ഇത് dx by dt 1 എന്ന് എഴുതാൻ പറ്റൂല. dx by dx ആയിരുന്നെങ്കിൽ 1, അല്ലെങ്കിൽ dt by dt ആയിരുന്നെങ്കിൽ 1. ഇത് dx by dt ആയതുകൊണ്ട് അതിനെ 1 എന്ന് എഴുതാൻ നമുക്ക് പറ്റില്ല. ഇനി ഞാൻ പറയുന്നതിനകത്തേക്ക് കടക്കുമ്പോഴും നമുക്കൊരു ഇത്രയും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ബേസുകൾ കംപ്ലീറ്റ് നമ്മൾ നന്നായിട്ട് മനസ്സിലിടുക. അതിനകത്ത് മാറ്റം വരുത്തണ്ട. ഞാൻ ഇനി ഒരു കാര്യം പറയുന്ന ആലോചിക്കുക. ആക്ച്വലി നമ്മൾ നേരത്തെ എഴുതിയ ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ട്, d by dx of x⁵. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയാം. ഇനി ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഇതിന്റെ ആൻസർ എന്താണ് നമ്മൾ എഴുതിയത്? 5x⁵ nx⁻n-1. ആക്ച്വലി നമ്മൾ ഇപ്പോൾ x⁵ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇത്രയും പോരാ. അതിന്റെ കൂട്ടത്തിൽ ഇനി ആരെ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? എക്സിനെ കൂടെ ശരിക്കും ഇൻറ്റു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? dx ഡിവൈഡഡ് ബൈ dx. dx by dx എത്രയാണ്? 1. അതുകൊണ്ടായിരുന്നു നമ്മൾ ഇത് 1 ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എഴുതാതെ ഇത്രയും മാത്രം എഴുതി വിട്ടത്. അതുകൊണ്ടാണ്. ആക്ച്വലി എന്തുകൂടെ ചെയ്യണമായിരുന്നു? dx⁵ ഡിവൈഡഡ് ബൈ dx ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ x⁵ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനുശേഷം എക്സിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. therefore it is equal to ഇതുകൂടെ വരണം. പക്ഷേ dx by dx is equal to 1 ആയതുകൊണ്ട് നമ്മൾ അതിനെ 5x⁴ എന്ന് എഴുതി പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് അവിടെ രണ്ടും ഒരേ വേരിയബിൾ ആണെങ്കിൽ ഈ ടേം എഴുതേണ്ട കാര്യം ഇല്ല. പറഞ്ഞ മനസ്സിലായല്ലോ? പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു എങ്കിലോ, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് d by dt ഓഫ് x⁵ എന്നായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ? അതാണ് ക്വസ്റ്റ്യൻ. d by dt ഓഫ് x⁵ ആയിരുന്നെങ്കിൽ ആദ്യമേ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5x⁻⁻1 ഇൻറ്റു dx ഡിവൈഡഡ് ബൈ dt. കേട്ടോ, ഇവിടെ dx by dx ആണ്, പക്ഷെ ഇവിടെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആൻസർ എന്ത് വരും? 5x⁴ ഇൻറ്റു വെലോസിറ്റി വരും. കാരണം dx by dt എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് നമ്മൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടേമിൽ ഈ ടേമിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 1 എന്ന് എടുക്കാൻ പറ്റില്ല. അതാണ് ഡിഫറൻഷിയേഷൻ ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുമല്ല നിങ്ങൾക്ക്, പക്ഷെ ക്വസ്റ്റ്യൻസ് അങ്ങനെയും വരാം. എൻട്രൻസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ. എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ വേരിയബിളും ഈ വേരിയബിളും ഡിഫറൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് നമ്മൾ ഇത് എഴുതണം. അപ്പൊ ദിസ് ഈസ് ദ ഡിഫറൻഷിയേഷൻ ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡിഫറൻഷിയേഷൻ ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടേം കൂടെ വരുമെന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ എഴുതാം. ഡിഫറൻഷിയേഷൻ ഒരു എക്സാമ്പിൾ കൂടെ എഴുതാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് d by ചുമ്മാ ഒരു എക്സാമ്പിൾ d by dy of 10y³ എന്ന് വന്നാൽ എന്ത് ചെയ്യും? ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തോണം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 10y³ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് നമ്മൾ വേണ്ട, 10y³ നമുക്ക് വേണ്ട. തൽക്കാലം നിങ്ങൾക്ക് അതിനകത്തൊരു കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. y³
dy by dt. That is, here answer is equal to 3y raised to 3 minus 1 into dy divided by dt. Answer is equal to 3 into 3y square into dy by dt എന്ന് പറയുന്നതും വെലോസിറ്റി ആണ്. വെലോസിറ്റി ഇൻ ദ y ഡയറക്ഷൻ. Therefore 3y square into v. ഇതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് താഴത്തെ വേരിയബിൾ മുകളിലത്തെ വേരിയബിളിന് ഇക്വലന്റ് അല്ല എന്നുണ്ടെങ്കിൽ എക്സ് റൈസ് ടു 5നെ ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം ആ കിടക്കുന്ന എക്സിനെ മാത്രം ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡിഫറൻഷിയേഷൻ ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ, ഡിഫറൻഷിയേഷൻ ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഇനി നമ്മൾ അനദർ വേരിയബിൾ. ഇനി നമ്മളൊരു 2-3 റിസൾട്ടുകൾ കൂടി പഠിക്കുന്നു. അതിനകത്ത് 2-3 റിസൾട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടുന്ന 2-3 റിസൾട്ട് ഞാൻ പറയുന്നു. ഒന്ന്, ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ. സൈൻ തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കോസ് തീറ്റ ആയിരിക്കും. ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. ഒരു റിസൾട്ട് പഠിച്ചു വെക്കണം, നമുക്ക് ആവശ്യമുള്ളതാണ്. രണ്ടാമത്തെ റിസൾട്ട് ഞാൻ പറയുന്നു, ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ. ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഇതൊക്കെ റിസൾട്ടുകളാണ്, നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടും അത് ഓസിലേഷൻസ്, വേവ്സ് എന്നൊക്കെ പറഞ്ഞ് ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടേക്ക് ആവശ്യം വരും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. മൂന്നാമത്തെ റിസൾട്ട് ഒത്തിരി നമുക്ക് ഉപയോഗം ഉള്ളതല്ല, എന്നാലും ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ എന്ന് വെച്ചാൽ എക്സ്പൊണൻഷ്യൽ. എക്സ്പൊണൻഷ്യലിന്റെ വാല്യൂ എന്ന് അറിഞ്ഞിരിക്കുക 2.712. 2.71 ആണ് നമുക്ക് എക്സ്പൊണൻഷ്യലിന്റെ വാല്യൂ. അതെന്താണ്, നമുക്ക് ലോഗരിതം എടുക്കുന്ന സമയത്ത് എക്സ്പൊണൻഷ്യൽ എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നമുക്ക് അവിടെ പറയാം. ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത നാലാമത്തെ ഒരു റിസൾട്ട് കൂടി കൊടുക്കുക. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് നാച്ചുറൽ ലോഗ് എക്സ്. ഇതും ലോഗരിതം എടുക്കുന്ന സമയത്ത് ഞാൻ പറയും ദിസ് ഈസ് ഈക്വൽ ടു 1/x. ഈ 4 റിസൾട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇടയ്ക്ക് 1-2 സ്ഥലത്തൊക്കെ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരും. അപ്പൊ ഡി ബൈ ഡി എക്സ് ഡി തീറ്റ ഓഫ് സൈൻ നോക്കുക, മുകളിലത്തെ വേരിയബിൾ തീറ്റ, താഴത്തെ വേരിയബിളും തീറ്റ, അതുകൊണ്ട് കോസ് തീറ്റ. ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ ആൻസർ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ഇ റൈസ് ടു എക്സ്. ആൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് നാച്ചുറൽ ലോഗ് എക്സ്, എൽ എൻ എന്ന് എഴുതിയാൽ അതിന്റെ നാച്ചുറൽ ലോഗ് എക്സ് എന്നാണ്. അത് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ ആദ്യമായിട്ട് +1 പഠിക്കുന്ന കുട്ടികളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ പിടികിട്ടില്ല എന്നിരിക്കും. പക്ഷേ 12th നീറ്റിനും മറ്റ് എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നാച്ചുറൽ ലോഗ് എക്സ് എന്താണെന്ന് പിടികിട്ടും, കാരണം അവർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തിട്ടുണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് നാച്ചുറൽ ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു 1/x. മറ്റുള്ളവർ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ പഠിക്കുന്നവർക്ക് ഇത് രണ്ടും കളഞ്ഞാലും കുഴപ്പമില്ല, 4 കളഞ്ഞാലും കുഴപ്പമില്ല. ഇതൊക്കെ ടീച്ചേഴ്സ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എത്തുമ്പോൾ അവിടെ പറയും. ഡി ബൈ എക്സ് ഓഫ് സൈൻ തീറ്റ ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ കോസ് തീറ്റ, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ മൈനസ് സൈൻ തീറ്റ. പക്ഷേ അവിടെ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, അവിടെ വരുന്നതൊന്നും ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ എന്നല്ല വരുന്നത്. അവിടെ വരുന്നത് ഓർക്കുക, ഇതിന്റെ ദിസ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ ആണ്. എന്നാൽ അടുത്തത് ഞാൻ പറയാൻ പോണത് ഡി ബൈ ഡി ടി ഓഫ് സൈൻ തീറ്റ എന്നാണ്. ഡി ബൈ ഡി ടി ഓഫ് സൈൻ തീറ്റ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഡി ബൈ സൈൻ തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ. ഇനി എന്ത് ചെയ്യണം? തീറ്റയെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇൻറ്റു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി. ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി. ഇതാണ് ഡിഫറൻറ്റ് വേരിയബിൾ ആണെങ്കിൽ. ഒരേ വേരിയബിൾ ആണെങ്കിൽ കോസ് തീറ്റ. പിന്നെ ഇവിടെ വരേണ്ടത് ഡി തീറ്റ ബൈ ഡി തീറ്റയാണ്. ഡി തീറ്റ ബൈ ഡി തീറ്റ 1 ആയതുകൊണ്ട് നമ്മളത് എഴുതാറില്ല. ഡി തീറ്റ ബൈ ഡി തീറ്റയാണ് പറഞ്ഞാൽ അത് എഴുതാറില്ല. പക്ഷെ ഇവിടെ എഴുതാൻ പറ്റാതെ ഇതിന്റെ ആൻസർ ദിസ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു ഒമേഗ. ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്നാണ്. ഫസ്റ്റ് ഇയറിലെ കുട്ടികൾ ക്ഷമിക്കുക, ബാക്കിയുള്ളവർ മനസ്സിലാക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് കാൾഡ് ആംഗുലാർ വെലോസിറ്റി. അതാണ് അതിന്റെ ആൻസർ. ഇതൊക്കെ നമുക്ക് 12th AC ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഡിഫറൻഷിയേഷൻ ഒക്കെ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും. കപ്പാസിറ്റർ ഒക്കെ പഠിക്കുമ്പോൾ അവിടെ ആവശ്യമായിട്ട് വരും. ഓസിലേഷൻ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ആവശ്യമായിട്ട്, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കണം? ഇതിന്റെ ആൻസർ, രണ്ടാമത്തെ ആൻസർ ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ.
d by d theta of cos theta is equal to minus sin theta into d theta divided by dt. That is equal to minus sin theta into omega. This is the answer. ഇതുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയും റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഫിസിക്സിനകത്ത് അത്യാവശ്യം നമ്മൾ കടന്നു പോകും. അത്യാവശ്യം നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഡിഫറൻഷിയേഷൻ അത് ഇത്രയും കാര്യങ്ങൾ. ഇനി എൻട്രൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു റിസൾട്ട് കൂടെ ഞാൻ പറയുന്നു. എൻട്രൻസിന്റെ പോയിന്റ് രണ്ട് റിസൾട്ട് ഉണ്ട്. പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും. കോഷ്യൻ റൂൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറില്ല. പ്രോഡക്റ്റ് റൂൾ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക. ഞാനൊന്ന് പറയുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നു. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെച്ചേ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത റിസൾട്ടിനകത്തേക്ക് നമുക്ക് പോവാം. പ്രോഡക്റ്റ് റൂൾ. എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഇങ്ങനെ വരുന്നു. d by dt of xy. Here x and y are changing with respect to time. അപ്പൊ എക്സും വൈയും കൂടെ പ്രോഡക്റ്റ് ആണ്. അതാണ് പ്രോഡക്റ്റ് റൂൾ. ഇതിനെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ്? അപ്പോൾ എക്സ് ഈസ് എ വേരിയബിൾ, വൈ ഈസ് എ വേരിയബിൾ, ദേ ആർ ചേഞ്ചിങ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് അവർ രണ്ടുപേരും ചേഞ്ച് ചെയ്യുന്നവരാണ്. ഇങ്ങനെ വന്നാൽ ഇതിന്റെ ആൻസർ എഴുതേണ്ടത് ഇങ്ങനെയാണ്. രണ്ടുപേരാണല്ലോ ഇവിടെയുള്ള ഫസ്റ്റും സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. ഇതാണ് അതിന്റെ റൂൾ. d by dx of xy, where x and y are two variables, they are changing with respect to time. Then answer is equal to first function into differential of second plus second function into differential of first. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം എഴുതാം. ഇതൊക്കെ ബാക്കി നിങ്ങൾ അവിടെ വരുമ്പോൾ മനസ്സിലാക്കുക. d by dt of x raised to 3 y square എന്നാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഒത്തിരി അങ്ങ് കയറി പോകില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം. അപ്പോൾ എന്തെഴുതണം? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ക്യൂബ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വൈ സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് ക്യൂബ്. പിന്നെ ഇതിന്റെ ബാക്കി ആൻസർ കണ്ടെത്താൻ ഞാൻ അതിന്റെ ആൻസർ കണ്ടെത്തി തരാം, പേടിച്ചു പോകരുത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y പോരാ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ബിക്കോസ് ഇറ്റ് ഈസ് വേരിയബിൾസ് ആർ ഡിഫറൻറ്റ്. മുകളിൽ വൈയും താഴെ ടിയും ആയതുകൊണ്ട് വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നീട് വൈയെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ 3x റൈസ് ടു 3 - 1 ഇൻറ്റു dx ഡിവൈഡഡ് ബൈ dt. ഇത്രയും ചെയ്താലേ ആൻസർ കിട്ടും. ഇതൊക്കെ നമുക്ക് വരുന്ന വഴി. അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഇപ്പം നമ്മൾ 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ ഒക്കെ പോയി കൊച്ചു ഡിഫറൻഷിയേഷൻ ഒക്കെ നന്നായിട്ട് പഠിച്ചു വരിക. അങ്ങനെ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഈ റിസൾട്ടുകൾ എത്തുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുന്ന സമയത്ത് ഓർക്കുക, സത്യദാസ് സാർ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കുറെ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇത്രയും കാര്യങ്ങൾ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം നിങ്ങൾ ഇത് ഒന്ന് എഴുതണം. നിങ്ങൾ നോട്ട്സൊക്കെ എഴുതണം, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കുന്ന 15 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തിട്ട് 2-3-4 പ്രാവശ്യം പല പ്രാവശ്യമായിട്ട് ചെയ്തിട്ട് അതിനകത്തൊന്നും നമുക്ക് തെറ്റ് വരില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ഡിഫറൻഷിയേഷൻ ഏകദേശം ഉറപ്പായി. അതിനുശേഷം നമ്മുടെ ഈ പ്രോഡക്റ്റ് കോഷ്യൻ റൂൾ വേണ്ട. കോഷ്യൻ റൂൾ നമ്മൾ x by y. അപ്പോൾ അവിടെ y ഇൻറ്റു ഡിഫറൻഷ്യൽ ഒക്കെ അങ്ങനെ പോകും. അത് വേണ്ട, നമുക്കത് വേണ്ട, അത് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് അങ്ങനെ ഒരു ഉപയോഗിക്കേണ്ട കാര്യം. അതൊക്കെ JEE-ക്കൊക്കെ വരുന്നവർക്കൊക്കെ വേണ്ടി പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ വേണ്ടി വരും. അതൊക്കെ ആ ലെവലിലെത്തുമ്പോൾ അവരങ്ങ് പഠിച്ചോളൂ. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഇതോടുകൂടി തീരുകയാണ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേഷനകത്ത് പഠിച്ച 5 റിസൾട്ട് ഓർക്കുക. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആ 5 റിസൾട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നമ്മൾ പഠിച്ച ഡെറിവേറ്റീവ് ഓഫ് എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ. രണ്ടാമത്തെ ഡെറിവേറ്റീവ് ഓഫ് വേരിയബിൾ. നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വീഡിയോ ഓഫാക്കി അങ്ങ് പൊക്കളയരുത്. നമ്മളെപ്പോഴും ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് റീകളക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് റീകളക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെല്ലാം നമ്മൾ പഠിച്ചു എന്നുള്ളത് മനസ്സിൽ പതിയുന്നത്. അങ്ങനെയാണ്.
നമ്മളിവിടെ പഠിപ്പിക്കുന്നതെല്ലാം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി ഡിഫക്റ്റുകളുണ്ടാകാം. എനിക്ക് പ്രാക്ടിക്കലായിട്ട് മാത്രമാണ് അപ്രോച്ച് ഉള്ളത്, തിയററ്റിക്കൽ അപ്രോച്ച് അല്ല. അപ്പോൾ നമ്മളിത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീഡിയോക്കകത്തൊക്കെ ചിലപ്പോൾ എൻ്റെ ആക്ഷനൊക്കെ ചിലപ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കാം, എനിക്കറിയില്ല. അതൊന്നും നമ്മൾ നോക്കരുത്. നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതിലേക്ക് ഞാൻ സ്വന്തമായിട്ടിരുന്ന് ഇങ്ങനെ വീഡിയോസ് നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഡിഫക്റ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കാൻ വേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. അതിനകത്ത് വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അത് നിങ്ങൾ ആ ഒരു മനസ്സോടുകൂടി വേണം നമ്മുടെ വീഡിയോ കാണാൻ. അല്ലാതെ എന്തിനോ വേണ്ടി ഇരുന്ന് കാണുന്നു എന്ന് വിചാരിക്കരുത്. ഇതൊരു നമുക്ക് പഠിച്ചു പോകുന്ന ഒരു സിസ്റ്റമായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പറയുന്നു. അതായത് നിങ്ങൾ ഒരു ദിവസം രാത്രിയിൽ നിങ്ങളൊരു 8 മണി തൊട്ട് 10 മണി ഇരുന്ന് നോട്ട്സ് പ്രിപ്പയർ പഠിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ കിടക്കുന്ന സമയത്ത് ശരിക്കും ഇന്ന് എന്താ പഠിച്ചതെന്ന് റീകളക്ട് ചെയ്ത് നോക്കൂ. അതിൻ്റെ ഒരു ഉപയോഗം നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രയോജനമാണ് നിങ്ങൾക്ക് ചെയ്യുക. ഇന്ന് ഞാൻ പഠിച്ചത് ഓരോ ടോപ്പിക്കിൻ്റെ ഹെഡ്ലൈൻസ് എന്താണെന്ന് മാത്രം ഓർത്തു പോയാൽ മതി. ഇതൊരു എഫക്റ്റാണെന്നറിയാം. എപ്പോഴും നമ്മളതാണ് രാത്രി കിടക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ പഠിച്ച ടോപ്പിക് ഫിസിക്സിന് അത് ഇന്ന പഠിച്ചു, പഠിച്ച് എന്തെല്ലാം ടോപ്പിക്കാണെന്ന് നിങ്ങൾ റീകളക്ട് ചെയ്ത് നോക്കൂ. അതിൻ്റെ എഫക്റ്റ് ഒന്നും പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത എഫക്റ്റാണ് അതിന് നിങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾ അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അതൊന്നും പറഞ്ഞു പോകുന്നു. d/dx of x raised to n, nx raised to n minus 1. d/dx of a constant which is equal to 0. d/dx of a constant into x raised to n. കോൺസ്റ്റന്റിനെ പുറത്തെഴുതിട്ട് nx raised to n minus 1. 2 ടേം വരികയാണെങ്കിൽ d/dx of x raised to m plus x raised to n. 2 ടേം വരികയാണെങ്കിൽ d/dx of x raised to m plus d/dx of x raised to n. dx/dx വരികയാണെങ്കിൽ ആൻസർ ഈസ് ഈക്വൽ ടു 1. ഇത് സെയിം വേരിയബിൾ ആണെങ്കിൽ, ഡിഫറൻറ്റ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ d/dx of x raised to n ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം എക്സിനെ മാത്രം സെപ്പറേറ്റ് ഒന്നുകൂടി ഇൻഡ്യൂ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റ് റൂൾ ഇത്രയും മനസ്സിലാക്കുക. നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ ഇതിനകത്ത് നല്ല പ്രിപ്പറേഷൻ ഉണ്ടാക്കുക. ഇതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നമുക്ക് വരുന്നത് ഇൻ്റഗ്രേഷൻ ആയിരിക്കും. ഇൻ്റഗ്രേഷൻ വരുമ്പോഴത്തേക്ക് അത് പഠിപ്പിച്ചിട്ട് ഇൻ്റഗ്രേഷൻ്റെ ആപ്പിൽ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഓപ്പോസിറ്റ് ആണെന്ന് പറയും. അതോടുകൂടി നമ്മുടെ ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ തീരും. ഇത്രയും നിങ്ങൾ ബേസ് ആക്കുക. ഓക്കെ, ബൈ. നിങ്ങൾക്ക് ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കരുത്. ബാക്കി കുട്ടികൾക്കൂടെ പ്രയോജനപരമാവട്ടെ. ഓക്കെ, ബൈ.